ഭരണകൂടാനാസ്ഥയുടെ രക്തസാക്ഷിയാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്ന് മരണപ്പെട്ട ബിന്ദു എന്ന് വെൽഫെയർ പാർട്ടി പറവൂർ മണ്ഡലം കമ്മിറ്റി. ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി നടത്തിയ പ്രതിഷേധ പ്രകടനം പറവൂർ മണ്ഡലം പ്രസിഡന്റ് KY ഇബ്രാഹിം ഉദ്ഘാടനം ചെയ്തു. ധാർമ്മികമായ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് വെൽഫെയർ പാർട്ടി പറവൂർ മണ്ഡലം പ്രതിഷേധ പ്രകടനം നടത്തിയത്. ഭരണകൂടാനാസ്ഥയുടെ രക്തസാക്ഷിയാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്ന് മരണപ്പെട്ട ബിന്ദു എന്ന് പ്രവർത്തകർ ആരോപിച്ചു. ഭരണകൂടാനാസ്ഥയുടെ രക്തസാക്ഷിയാണ് കഴിഞ്ഞ ദിവസം കോട്ടയം മെഡിക്കൽ കോളേജ് കെട്ടിടം തകർന്ന് മരണപ്പെട്ട ബിന്ദു. ചേന്ദമംഗലം ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച് പറവൂർ നമ്പൂരിയച്ചനാലിന് സമീപം സമാപിച്ച പ്രതിഷേധ പ്രകടനത്തിന്റെ ഉദ്ഘാടനം പറവൂർ മണ്ഡലം പ്രസിഡന്റ് KY ഇബ്രാഹിം നിർവഹിച്ചു. മണ്ഡലം സെക്രട്ടറി OA നാസർ സ്വാഗതവും ട്രഷറർ PM നാസറുദ്ദീൻ നന്ദിയും പറഞ്ഞു. PI യൂസഫ്, ഹൈദ്രോസ്, ലായിക് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഈ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സംസ്ഥാന സർക്കാർ നിരവധിയായിട്ടുള്ള ജനങ്ങൾക്ക് കിട്ടേണ്ടുന്ന അവകാശങ്ങൾ നിഷേധിക്കുന്ന, അല്ലെങ്കിൽ ആരോഗ്യരംഗത്ത് കിട്ടേണ്ടുന്ന ഒരു പൗരന് കിട്ടേണ്ടുന്ന അവകാശങ്ങൾ നിഷേധിക്കുന്ന, അതുമല്ലെങ്കിൽ ഈ നാട്ടിൽ ജീവിക്കുവാനുള്ള, സ്വസ്ഥമായി ജീവിക്കുവാനുള്ള അവകാശത്തെ അനിക്കുന്ന രീതിയിൽ ഈ പറയുന്ന എല്ലാ മേഖലയും സാമ്പത്തികമായി തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കേരളം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ അവർ ഈ കെട്ടിടം ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്ത് പുതിയ കെട്ടിടം നിർമ്മിച്ചിട്ടുണ്ട് ആശുപത്രിക്ക് വേണ്ടി. 550 കോടി രൂപ ചെലവാക്കിയാണ് നിർമ്മിച്ചതെങ്കിലും അത് പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുത്തിട്ടില്ല. എന്താണ് തുറന്നു കൊടുക്കാത്തത്? നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ആ കെട്ടിടം അവരുടെ ഇലക്ഷനോടനുബന്ധിച്ചുള്ള കാര്യങ്ങൾ വരുമ്പോൾ അവർക്ക് മൈലേജ് കിട്ടാനായിട്ട് തുറക്കാനായിട്ട് നീട്ടിക്കൊണ്ടുപോവുകയാണ്. ന്യൂസ് ബ്യൂറോ, പറവൂർ. അരനൂറ്റാണ്ടിന്റെ വിശ്വസ്ത സേവന പാരമ്പര്യവുമായി പറവൂരിലെ ആദ്യത്തെ ഒപ്റ്റിക്കൽ ഷോറൂം. വൈവിധ്യമാർന്ന ഫ്രെയിമുകളുടെ 5000-ൽ പരം മോഡലുകൾ, റേ-ബാൻ, കൊഡാക് തുടങ്ങിയ പ്രമുഖ ബ്രാൻഡുകളുടെ ഡീലർ. മംഗലത്ത് ഒപ്റ്റിക്കൽ ഹൗസ്. ശരിയായ വിലക്കുറവ് തിരിച്ചറിയൂ, അനുഭവം അതാണ് സത്യം.